കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിത്യേന 5 പൂജകളും 3 ശേവേലികളുമുള്ള മഹാക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. പുലർച്ചെ 4 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ആദ്യം നിർമ്മാല്യ ദർശനമാണ്. തുടർന്ന് അഭിഷേകവും മലർ നിവേദ്യവും നടത്തുന്നു. 5 മണിക്ക് ഉഷപൂജയും തുടർന്ന് രാവിലെ 6 മണിക്ക് തിരീറ്റു പൂജയും ഗണപതി ഹോമവും ഉണ്ടാകും. 6:30-ക്ക് പ്രഭാത ശീവേലിയാണ്. തൻ്റെ ഭൂതഗണങ്ങൾക്ക് അന്നം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നു എന്ന സങ്കല്പത്തോടെ നടത്തുന്ന ചടങ്ങാണിത്. നാലമ്പലത്തിനകത്തുള്ള ബലിക്കല്ലുകളിൽ ബലി തൂക്കിക്കഴിഞ്ഞ് പുറത്തു കടന്ന് 3 വട്ടം പ്രദക്ഷിണം വെച്ച് ഒടുവിൽ വലിയ ബലിക്കല്ലിലും ബലി തൂക്കി ശീവേലി തീരുന്നു. തുടർന്ന് നവകാഭിഷേകമാണ്. ക്ഷേത്രകുളത്തിൽ നിന്നെടുക്കുന്ന ജലം 9 വെള്ളിക്കലശങ്ങളിലാക്കി അഭിഷേകം ചെയ്യുന്നതിനെ പറയുന്ന പേരാണിത്. നവകാഭിഷേകത്തിന് ശേഷം 8 മണിക്ക് പന്തീരടി പൂജ. നിഴലിന് 12 അടി നീളം വരുന്ന സമയത്ത് നടത്തുന്ന പൂജയായതുകൊണ്ടാണത്രേ ഇങ്ങനെ പേര് വന്നത്. പിന്നീട് 11 മണിക്ക് ഉച്ചപൂജയും 11:30-ക്ക് ഉച്ച ശീവേലിയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്ക് നട അടയ്ക്കുന്നു. വൈകിട്ട് 4 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധന നടത്തപ്പെടുന്നു. ദീപസ്തംഭങ്ങളും വിളക്കുമാടവും അടിമുടി ദീപപ്രഭയിൽ നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. രാത്രി 7 മണിയോടെ അത്താഴ പൂജയും തുടർന്ന് 7:30 മണിയോടെ അത്താഴ ശീവേലിയും നടത്തപ്പെടുന്നു. തുടർന്ന് 8 മണിക്ക് നടയടയ്ക്കുന്നു. വ്യാഴാഴ്ചയാണ് ഇവിടെ പ്രധാന ദിവസം. കൊടിയേറ്റുത്സവം, ശ്രീരാമനവമി, രാമായണ മാസം എന്നിവയാണ് മറ്റ് വിശേഷ ദിവസങ്ങൾ. കൂടപ്പുലം ശ്രീ ലക്ഷ്മണ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ രാമപുരത്ത് നിന്നും ഉഴവൂർ എന്ന സ്ഥലത്തേക്കുള്ള വഴിയിൽ 3 കിലോമീറ്ററോളം ചെന്നാൽ കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെത്താം. നാലമ്പല ദർശന ക്രമത്തിലെ ക്ഷേത്രമാണിത്. വടക്കും കിഴക്കും താഴ്ചയുള്ള ഭൂപ്രദേശമാണ് താരതമ്യേന മറ്റു പ്രദേശങ്ങളെക്കാൾ ഊർജ്ജദായകം എന്ന് ഭാരതീയ വാസ്തുശാസ്ത്രം പറയുന്നു. വൃന്ദാവന സമാനമായ പ്രകൃതി ഭംഗി നിലനിൽക്കുന്ന കിഴക്ക് വടക്ക് താഴ്ചകളുള്ള മനോഹരമായൊരു ഗ്രാമമാണ് ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കൂടപ്പുലം പ്രദേശം. ശ്രീ ലക്ഷ്മണസ്വാമി ശ്രീരാമദേവന്റെ പാതി ദേഹവും പാതി മനസ്സുമാണെന്നാണല്ലോ വിശ്വാസം. കൈവന്ന രാജ്യഭരണം ഉപേക്ഷിച്ചുള്ള യാത്രക്കിടയിൽ സമീപദേശമായ രാമപുരത്ത് എത്തിച്ചേർന്ന ശ്രീരാമദേവനെ പിന്തുടർന്നെത്തിയ ലക്ഷ്മണകുമാരൻ ഇവിടെ വാസമാക്കിയതുകൊണ്ടാണ് ഈ സ്ഥലനാമം കൂടപ്പുലം എന്നായതെന്നാണ് വിശ്വാസം. ശ്രീരാമദേവന്റെ കൂടെ പുലർന്നവൻ എന്ന പദത്തിൽ നിന്നുമാണത്രേ കൂടപ്പുലം ഉണ്ടായത്. ഇവിടെ അടുത്ത് തന്നെയുള്ള ലക്ഷ്മണ ഭഗവാൻ വില്ലുകുത്തിയ സ്ഥലമായി കരുതപ്പെടുന്ന സ്ഥലം വിൽക്കുഴിയായും നായാട്ടിനിറങ്ങിയ ഭാഗം നായാട്ടുകുന്ന് ആയും രാമലക്ഷ്മണന്മാർ കൂടിയിരുന്ന കുന്നിൻ പ്രദേശം കുടിയിരിപ്പുമലയായും ഇന്നും കാണപ്പെടുന്നത് ഈ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നു. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഭാരതത്തിലെ ഹൈന്ദവരുടെ വിശ്വാസാധിഷ്ഠിത പ്രാധാന്യമുള്ള രാമായണ കഥകളുടെ ആധാരികത കൊണ്ടുകൂടിയായിരിക്കാം ഈ ക്ഷേത്രവും ഇതിനു ചുറ്റുമുള്ള നാലമ്പല ദർശന ക്ഷേത്രങ്ങൾക്കൊപ്പം അനുദിനം ഐശ്വര്യദായകമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അനേകായിരം ഭക്തരാണ് ഇവിടെ എത്തി വഴിപാടുകൾ അർപ്പിച്ച് സായുജ്യമടയുന്നതെന്ന് കാണാം. 4 കൈകളായാലും അനുഗ്രഹം വാരിച്ചൊരിയുന്ന ചതുർബാഹുവായിട്ടാണ് ശ്രീ ലക്ഷ്മണസ്വാമിയുടെ ഏറെ ചൈതന്യവാഹിയായ പ്രതിഷ്ഠ. പ്രധാന പ്രതിഷ്ഠാമൂർത്തിയായ ലക്ഷ്മണസ്വാമിക്ക് പുറമെ നാലമ്പലത്തിനകത്ത് ശ്രീ ദക്ഷിണാമൂർത്തി, ശ്രീ ഗണപതി എന്നീ ദേവതകളും പുറത്ത് യക്ഷി, രക്ഷസ് എന്നീ മൂർത്തികളും ശ്രീ അയ്യപ്പനെ പ്രത്യേക ക്ഷേത്രത്തിലുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ സമീപത്ത് കീഴേടമായി ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളിയെയും സ്വാമി അയ്യപ്പന്റെയും ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇത് ഇവിടുത്തെ ദർശന ചൈതന്യത്തിന്റെ ശക്തി കൂട്ടുന്നു. കേരളത്തിലെ പ്രസിദ്ധ നമ്പൂതിരി കുടുംബമായ കാഞ്ഞിരപ്പള്ളി മനയുടെ ഉടമസ്ഥതയിലാണ് ക്ഷേത്രമെങ്കിലും ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് സാമുദായിക സംഘടനയായ NSS കരയോഗമാണ്. മണ്ഡലകാലത്തിന്റെ അവസാന ദിവസം പള്ളിവേട്ട വരുന്ന വിധത്തിലുള്ള 6 ദിവസത്തെ വാർഷികോത്സവമാണ് ക്ഷേത്രത്തിലുള്ളത്. നാലമ്പല ക്ഷേത്രത്തിലെ 2ാമത്തെ ക്ഷേത്രമായതുകൊണ്ട് 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് രാമായണ മാസത്തിൽ ദർശനത്തിന് ദേശത്തിന്റെ നാനാഭാഗത്തു നിന്നുമായി എത്തിച്ചേരുന്നത്. സാധാരണ സമയങ്ങളിൽ ക്ഷേത്രദർശന സമയം രാവിലെ 5 മുതൽ 10 മണി വരെയും
വൈകിട്ട് 5:30 മുതൽ 7:30 വരെയും നാലമ്പല തീർത്ഥാടന കാലത്ത് രാവിലെ 5 മുതൽ 12 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയുമാണ്. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.